ഗസ മുനമ്പിലെ ആക്രമണം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ കരാറിന്റെ കടുത്ത ലംഘനമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത്. ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച 6 ഇസ്രായേലി ബന്ദികൾക്ക് പകരമായി 620 പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ കൈമാറുമെന്നായിരുന്നു ധാരണ. എന്നാൽ പാലസ്തീൻ ബന്ദികളെ കൈമാറുന്നതിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇസ്രായേലിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെ കാത്ത് ഗസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും എത്തിയ പാലസ്തീനികൾ നിരാശയോടെ മടങ്ങി. എന്നാൽ ഇസ്രായേൽ ബന്ദികളാക്കിയ തങ്ങളുടെ പൗരന്മാരെ കൈമാറാതെ ഇസ്രായേലുമായി ഇനിയൊരു ചർച്ചയ്ക്കില്ലെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഗസയ്ക്ക് മേൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപമാനകരമായ ചടങ്ങ് സംഘടിപ്പിച്ചുള്ള ബന്ദി കൈമാറ്റം അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകാതെ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് നടത്തുന്ന തടവുകാരുടെ കൈമാറ്റ ചടങ്ങുകൾ അപമാനകരമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തുന്ന വാദം. എന്നാൽ ആ വാദം തെറ്റാണെന്നാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം പറയുന്നത്. കരാറിന്റെ ബാധ്യതയിൽ നിന്നും ഒളിച്ചോടാനുള്ള നെതന്യാഹുവിന്റെ ശ്രമമാണിതെന്ന് ആരോപിച്ച ഹമാസ് കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ നീക്കം മാത്രമാണിതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അനാവശ്യ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഉറ്റവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ബന്ദികളുടെ ബന്ധുക്കളും കുറ്റപ്പെടുത്തി. നെതന്യാഹു സർക്കാരിനെതിരെ വ്യാപക പ്രക്ഷോഭ പരിപാടികൾ തുടരാനും ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുമുണ്ട്. എന്നാൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആഴ്ചകൾ നീളുന്ന ആക്രമണം ശക്തമാക്കുകയാണെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അടുത്ത വർഷം വരെ ഇവിടെ സൈന്യത്തെ നിലനിർത്തുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ ചില അഭയാർത്ഥി ക്യാമ്പുകളിൽ തുടരുന്നതിനായി തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. ഇസ്രായേൽ ഉയർത്തിയ യുദ്ധഭീഷണിയിൽ ഇതിനോടകം തന്നെ 40,000 പാലസ്തീനികൾ പലായനം ചെയ്ത പ്രദേശമാണിത്. ക്യാമ്പുകളിൽ നിന്ന് ഒഴിഞ്ഞുപോയ പാലസ്തീനികൾ തിരികെ എത്താൻ അനുവദിക്കരുതെന്ന് സൈന്യത്തോട് ഉത്തരവിട്ടതായാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ ആക്രമണം മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണെന്നും ഇസ്രായേലിനെതിരായ സായുധ പോരാട്ടത്തിന്റെ കോട്ടയായ ജനിലേക്ക് ടാങ്കുകൾ അയക്കുകയാണെന്നും സൈന്യം ഞായറാഴ്ച പറഞ്ഞിരുന്നു. വെടിനിർത്തൽ കരാർ തുടരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗസ വീണ്ടും കുരുതിക്കളമായി മാറിയേക്കും. അതിനിടെ ഗസ മുനമ്പിൽ ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ തയ്യാറാണെന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം ചർച്ചകളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിയതിന് ഒരു ദിവസത്തിന് ശേഷം ഉന്നത സൈനിക ഓഫീസർമാർക്കുള്ള ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ഗസയിൽ തങ്ങൾ ഹമാസിന്റെ സംഘടിത ശക്തികളിൽ ഭൂരിഭാഗവും ഉന്മൂലനം ചെയ്തുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വാദമുന്നയിച്ചത്. എന്നാൽ യാതൊരു സംശയവും വേണ്ട, ഞങ്ങൾ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജനിൻ, തുൽക്രാം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേനയുടെ അതിക്രമം തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ഇതിനകം 1,00,000-ഓളം പാലസ്തീനുകളാണ് അഭയാർത്ഥികളായി മാറിയത്. തുൽക്രാമിലെ നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മാത്രം 9,000 പേരാണ് പലായനം ചെയ്തത്. ഇവിടങ്ങളിൽ ഇസ്രായേൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ കടുത്ത ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണമടക്കം വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുകയാണെന്ന് സന്നദ്ധ സംഘടനകൾ ആരോപിക്കുന്നു. അതിനിടെ പ്രതിസന്ധി പരിഹരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ശക്തമായ ശ്രമങ്ങൾ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്ത ദിവസം ഇസ്രായേലിൽ എത്തുന്നുണ്ട്. ബന്ദികളുടെ മോചനത്തിനാണ് മുഖ്യ പരിഗണനയെന്ന് അമേരിക്ക അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്.